ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ജാങ്ങും സീഷാങ്ങും സംസാരിക്കുന്നതിനിടയിൽ ജാങ്ങിന് ആരുടെയോ മെസ്സേജ് വരികയാണ്. വളരെ ഇൻട്രസ്റ്റോട് കൂടിയാണ് അവൻ ആ മെസ്സേജ് നോക്കുന്നത്. അതാരാ അയച്ചേ എന്നറിയാനായിട്ട് സീഷാങ്ങിന് തോന്നുവാണ്. അങ്ങനെ അവൻ എത്തിച്ചു നോക്കുന്നുണ്ടെങ്കിലും ജാങ് വേഗം തന്നെ ഫോണ് മാറ്റി പിടിക്കുകയും അവർ രണ്ടുപേരും ഒരുപാട് ക്ലോസ് ആവുകയും ചെയ്യുകയാണ്. സീഷാങ്ങിന് ജാങ്ങിന് ഇഷ്ടാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ചു നേരം പരസ്പരം നോക്കിയിരിക്കുന്നുണ്ട്. എന്റെ വേഗം തന്നെ മാറിയിരിക്കുകയാണ്. ജാങ് പറയുന്നുണ്ട് അവന് നാളെ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം. സീഷാങ്ങിനുള്ള ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവൻ പൊക്കോളാന്ന്. സീഷാങ്ങും ഓക്കെ പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ജാങ് സീഷാങ്ങിനായിട്ടുള്ള ഫുഡെല്ലാം റെഡിയാക്കുന്നുണ്ട്. എന്നിട്ട് അതെപ്പോഴാണ് കഴിക്കേണ്ടത്, എത്ര നേരം ചൂടാക്കണം എന്നൊക്കെ അതിൽ എഴുതി വെക്കുകയാണ്. അതെല്ലാം ചെയ്തു കഴിഞ്ഞ് അവന് മെസ്സേജ് അയച്ച ആ ആളെ കാണാനായിട്ട് പോവുകയാണ്. പക്ഷെ ജാങ് പോലും അറിയാതെ അവനെ ഫോളോ ചെയ്തിട്ട് ഒരു കുറുനരി പിന്നാലെ പോകുന്നുണ്ട്. അത് നമ്മുടെ സീഷാങ് ആയിരിക്കും. സീഷാങ് ജാങ്ങിനെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ജാങ്ങിന് ഇതുവരെ അറിയത്തില്ല. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ഫോളോ ചെയ്യുന്നതിനിടയ്ക്കാണ് ഒരു ലേഡിയും സീഷാങ്ങും കൂടി കൂട്ടിയിടിക്കുന്നത്. അവരുടെ കുറച്ച് സാധനങ്ങൾ താഴത്തേക്ക് വീഴുമ്പോൾ അത് അവന് എടുത്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സമയം കൊണ്ട് ജാങ് എങ്ങോട്ടോ പോവുകയാണ്. അവൻ എങ്ങോട്ടോ പോയെന്ന് സീഷാങ് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെയും അന്വേഷിച്ച് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ അവൻ ഓടുന്നതിനിടയ്ക്കാണ് ആരുടെയോ മേലെ പോയി ഇടിക്കുന്നത്. എന്നിട്ട് അവൻ വീഴാനും പോകുന്നുണ്ട്. എന്നാൽ അവൻ പോയി ഇടിച്ചത് ജാങ്ങിന്റെ മേലെ തന്നെയായിരിക്കും. ജാങ് ആണ് അവന് വീഴാതെ പിടിച്ചു നിർത്തുന്നത്. അപ്പോഴും സീഷാങ്ങിന് ചെറിയ റൊമാൻസ് ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ജാങ് പോകുന്ന സ്ഥലത്തേക്ക് സീഷാങ്ങിനെയും കൊണ്ടുപോകുന്നുണ്ട്. അവിടേക്ക് ജാങ്ങിന് മെസ്സേജ് അയച്ച ആ ആള് വരികയാണ്. അവർ ചെവി കേൾക്കാത്തവർക്ക് വേണ്ടി ഒരു ഡ്രാമ ചെയ്യുന്നുണ്ട്. സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ആ ഡ്രാമ മുഴുവൻ ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാനും കുട്ടികളെ കൂടുതൽ പഠിപ്പിക്കുവാനുമാണ് ജാങ്ങിനെ അങ്ങോട്ട് വിളിപ്പിച്ചേക്കുന്നത്. അങ്ങനെ സീഷാങ് കുറച്ചു നേരം അത് കാണുന്നുണ്ട്. എന്നിട്ട് ബാക്ക് സ്റ്റേജില് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഡ്രാമ കഴിയുമ്പോൾ ജാങ് ചോദിക്കുന്നുണ്ട് അവന്റെ ഫ്രണ്ട് എങ്ങോട്ടാ പോയെന്ന്. അവർ പറയുന്നുണ്ട് അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ബാക്ക് സ്റ്റേജിലുണ്ടെന്ന്. അങ്ങനെ ജാങ് സീഷാങ്ങിനെ നോക്കാനായിട്ട് പോവുകയാണ്. സീഷാങ് ഒരു സാധനം എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൻ തനിയെ പറയുന്നുണ്ട് ഇതെന്തിനാണ് ഇത്രയ്ക്ക് മുകളിൽ കൊണ്ടുവച്ചേക്കുന്നേന്ന്. ആ സമയത്താണ് ജാങ് അങ്ങോട്ട് വരുന്നത്. ഈ കുഞ്ഞ് ഹൈറ്റും വെച്ച് അവൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ജാങ്ങിന് നല്ല കോമഡി ആയിട്ട് തോന്നുകയാണ്. എന്നിട്ട് ജാങ് സീഷാങ്ങിനെ വിളിക്കുന്നുണ്ട്. അവൻ തിരിയുന്നതും പെട്ടെന്ന് തന്നെ താഴേക്ക് വീഴുകയാണ്. പക്ഷെ അവൻ വീഴാതെ ജാങ് അവനെ പിടിക്കുന്നുണ്ട്. ആ സമയം അവർ രണ്ടുപേരും നേരത്തെക്കാളും വളരെയധികം ക്ലോസ് ആവുകയാണ്. ജാങ് വേഗം തന്നെ സീഷാങ്ങിനെ മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് ആ സാധനം എടുക്കാനായിട്ട് അവന് ഹെൽപ്പ് ചെയ്യുകയാണ്. ആ സമയം സീഷാങ് നോക്കുന്നത് ജാങ്ങിന്റെ കഴുത്താണ്. അവൻ അത് കാണുമ്പോൾ ചെറുതായിട്ട് ടച്ച് ചെയ്യാനായിട്ട് തോന്നുകയാണ്. അങ്ങനെ ജാങ് ആ സാധനം എടുത്തിട്ട് സീഷാങ്ങിനെ നേരെ നീട്ടുമ്പോൾ അവൻ അത് പിടിക്കുന്നതിന് പകരം ജാങ്ങിന്റെ കഴുത്തിൽ ടച്ച് ചെയ്ത് നോക്കുകയാണ്. ജാങ്ങിനും ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ ആകെ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സീഷാങ് ഒരുപാട് നേരം ജാങ്ങിനെയും തൊട്ടോണ്ട് അവിടെ നിൽക്കുകയാണ്. ജാങ്ങിനും ഇളകാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ അവന്റെ ബോധം വീണ്ടും വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എന്റെ കയ്യെ അറിയാതെ തട്ടിയതാണെന്ന്. അവൻ ആ പറഞ്ഞത് കള്ളമാണെന്ന് ജാങ്ങിന് അറിയാം. ജാങ്ങിനും സീഷാങ്ങിനോട് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അങ്ങനെ അവർ തിരികെ പോകാനായിട്ട് നിൽക്കുകയാണ്. ആ സമയം സീഷാങ് ജാങ്ങിനോട് പറയുന്നുണ്ട് നമുക്ക് നൈറ്റ് മാർക്കറ്റിലേക്ക് പോകാന്ന്. അവൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ജാങ്ങും ഓക്കെ പറയുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നൈറ്റ് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട്. സീഷാങ് കഴിക്കാത്ത ഒരുപാട് ഫുഡ് ഐറ്റംസും കഴിക്കുന്നുണ്ട്. കൂടാതെ കുറച്ചൊക്കെ ഗെയിംസും കളിക്കുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം ഒരുപാട് അറിയാനായിട്ട് തുടങ്ങുകയാണ്. ഈ സമയം ഡോങ്ങിന്റെ ഗുണ്ട ഷിൻജയെ കൊല്ലാനായിട്ട് ഓടിയെത്തുന്നുണ്ട്. ആ ഗുണ്ട ഓരോ പ്രാവശ്യം ജോൺതനെ കൊല്ലാൻ നോക്കുമ്പോഴും
അതിനിടയിലേക്ക് ഇവൻ കയറി വരികയല്ലേ. കൂടാതെ ഷിൻജ എങ്ങാനും ജോൺതനെയും സീഷാങ്ങിനെയും കൊല്ലുകയാണെങ്കിൽ ആ ഗുണ്ടയുടെ വിലയും പോവില്ലേ. അതുകൊണ്ടൊക്കെയാണ് അവനെ കൊല്ലാനായിട്ട് പോകുന്നത്. പക്ഷെ ഷിൻജ വേഗം തന്നെ ഓടി രക്ഷപ്പെടുകയാണ്. അതേസമയം തന്നെയാണ് ജാങ്ങും സീഷാങ്ങും തിരികെ വീട്ടിലേക്ക് പോകുന്നത്. അവർ പോകാൻ നിൽക്കുന്ന ആ സമയത്ത് ഷിൻജയും കാറിനുള്ളിലേക്ക് കയറുകയാണ്. എന്നിട്ട് അവനെ കൊല്ലാനായി ഒരാൾ വരുന്നുണ്ട്, രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ അവനെയും കൂട്ടി പോവുകയാണ്. ആ സമയം ഡോങ് സീഷാങ്ങിനെ കാണുന്നുണ്ട്. എന്നിട്ട് സീഷാങ്ങിനെ പെട്ടെന്ന് തന്നെ കൊല്ലുന്നും പറയുന്നുണ്ട്. ഷിൻജയെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവന് ബാൻഡേഡ് ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഷിൻജ പറയുന്നുണ്ട് അവൻ ഒരിക്കലും ഇവരെ ശല്യം ചെയ്യത്തില്ല, അവന്റെ മുറിവുകൾ ഉണങ്ങിയാൽ അപ്പൊ തന്നെ ഇവിടുന്ന് പൊക്കോളാന്ന്. അവർ അവന് വേണ്ടി കുറച്ച് ഫുഡും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജാങ് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പോയ സമയത്ത് സീഷാങ് ചോദിക്കുന്നുണ്ട് നിന്നെ ആരാണ് കൊല്ലാനായിട്ട് വന്നേന്ന്. ഷിൻജ പറയാണ് ആരാ എന്നെ കൊല്ലാൻ നോക്കുന്നേന്ന് എനിക്കും അറിയത്തില്ല. എനിക്കൊരാളെ ഡൗട്ട് ഉണ്ട്, ചിലപ്പോ അത് അവൻ തന്നെയായിരിക്കും, ആ സീഷാങ്. അത് കേൾക്കുമ്പോ തന്നെ സീഷാങ് ആകെ ഞെട്ടി പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് നീ ഇപ്പൊ തന്നെ ആളുടെ പേരെ പറഞ്ഞ്. ഷിൻജ വീണ്ടും പറയാണ് എനിക്ക് ഉറപ്പാണ് ആ സീഷാങ് തന്നെയായിരിക്കും എന്ന് പറയുമ്പോഴേക്കുമാണ് ജോൺതൻ അങ്ങോട്ട് വരുന്നതും ഷിൻജയുടെ മനസ്സിലൂടെ ഫ്ലാഷ് ബാക്കുകളൊക്കെ പെട്ടെന്ന് കടന്നു പോയതും അവൻ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് അവനെ കൊല്ലാനായിട്ട് സീഷാങ് ഇങ്ങോട്ടും വന്നൂന്ന്. സീഷാങ് പറയുന്നുണ്ട് അവർ തിരികെ വീട്ടിലേക്ക് വരുന്നതിനിടയ്ക്ക് ഇവൻ അവരുടെ ടാക്സിയിലേക്ക് കയറിയതാണെന്ന്. ജോൺതൻ ഷിൻജയോട് പറയുകയാണ് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് ജീവിച്ച് മതിയായിട്ടാണോ അതോ മരിക്കാൻ ആഗ്രഹമായിട്ടാണോ? അത് കേട്ടതും ഷിൻജ ഞെട്ടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതിന്റെ രണ്ടിന്റെയും മീനിങ് ഒന്നല്ലേ, നീ പോടാ സീഷാങ് എന്നൊക്കെ പറയുമ്പോൾ സീഷാങ് പറയുകയാണ് അത് ഞാനാണ്, അവന്റെ പേര് ജോൺതൻ എന്നാണ്. ആ സമയത്താണ് അവന് മണ്ടത്തരം പറ്റിയെന്ന് മനസ്സിലാകുന്നത്. പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിലെ കയറൊക്കെ അഴിച്ചിട്ട് ജാങ്ങിനെ ആക്രമിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ പാമ്പിന്റെ മാളത്തിലാണ് കൈയിട്ടെന്ന് അവൻ അറിയത്തില്ലല്ലോ. ജാങ് ഉടനെ തന്നെ അവനെ പിടിച്ച് താഴത്തിടുകയാണ്. എന്നിട്ട് ജോൺതനെയും ഏൽപ്പിക്കുന്നുണ്ട്. സീഷാങ് പറഞ്ഞു കൊടുക്കുകയാണ് ഷിൻജ ജോൺതന്റെ ഫ്രണ്ടാണ്, ഇനിയുള്ള കാര്യങ്ങളെല്ലാം ജോൺതൻ നോക്കിക്കോളുന്നു. ജോൺതൻ പറയുന്നുണ്ട് നീ ഡോങ്ങിന്റെ ആളല്ലേ, സത്യം പറ. ഷിൻജ പറയുകയാണ് ഞാനൊരിക്കലും ഡോങ്ങിനെ ചതിക്കില്ല, അതുകൊണ്ട് തന്നെ എന്റെ ബോസ് ഡോങ് ആണെന്ന് ഞാൻ ഒരിക്കലും നിന്നോട് പറയത്തില്ല. അങ്ങനെ അവന്റെ മണ്ടത്തരം കാരണം അവൻ ഡോങ്ങിന്റെ ആളാണെന്ന് ജോൺതന് മനസ്സിലാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ കൊല്ലാൻ വന്നതും ഡോങ്ങിന്റെ ആളുകൾ തന്നെയാണ്, അതിനർത്ഥം നീ ഒരു പ്രശ്നക്കാരനാണെന്നാ. ഡോങ്ങും നിന്നെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അത് കേൾക്കുമ്പോൾ ഷിൻജ പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല, ഡോങ് ഒരിക്കലും എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന്. ജോൺതൻ വീണ്ടും പറയുകയാണ് നിനക്കെങ്ങാനും സീഷാങ്ങിനെ കൊല്ലാനായിട്ട് തോന്നുകയാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഞാൻ നിന്നെ കൊല്ലും. ഇപ്പോൾ നിന്നെ എല്ലാരും ഉപേക്ഷിച്ചു കഴിഞ്ഞു, നിനക്ക് എന്ത് സംഭവിച്ചാലും ഒരാള് പോലും ചോദിക്കാൻ ഉണ്ടാവത്തില്ല. നന്നായി നിന്നാൽ നിനക്ക് തന്നെ നല്ലത്, ഇനി എന്താ വേണ്ടതെന്ന് നീ തന്നെ ആലോചിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അങ്ങ് പോവുകയാണ്. ഡോങ് അവനെ കൊല്ലാനായ ആളുകളെ വിട്ടെന്ന് അവൻ ഇപ്പോഴും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ സീഷാങ്ങും ജാങ്ങും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. സൈൻ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത്. ആ സമയത്ത് സീഷാങ് ഒരുപാട് ഹാപ്പി ആയിരിക്കും. അവന്റെ മുഖം കാണുമ്പോൾ തന്നെ ജോൺതന് മനസ്സിലാകുന്നുണ്ട് ജാങ് സീഷാങ്ങിന് വെറും ഒരു ഫ്രണ്ട് മാത്രല്ല, അതിനപ്പുറം ജാങ്ങിനോട് അവന് ഒരു ഇഷ്ടമുണ്ടെന്ന്. അങ്ങനെ ജാങ് പോയി കഴിയുമ്പോൾ ജോൺതൻ സീഷാങ്ങിനോട് പറയുകയാണ് നിങ്ങൾക്ക് ജാങ്ങിനെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി, അത് തമാശക്കാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല, പക്ഷെ സീരിയസ് ആയിട്ടാണെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ നിർത്തുന്നതായിരിക്കും രണ്ടു പേർക്കും നല്ലത്. നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ ഫിയാൻസിയും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരക്കാരല്ല. അവരെങ്ങാനും ഈ കാര്യം അറിയുകയാണെങ്കിൽ പിന്നെന്താ സംഭവിക്കാന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യം മറന്നേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജോൺതൻ പോകുമ്പോൾ സീഷാങ്ങിന് ഒരുപാട് ദേഷ്യവും അവന്റെ ലൈഫ് ഓർത്ത് ഒരുപാട് വിഷമവും തോന്നുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഓഫീസില് സോങ് ഒരു കോളും ചെയ്ത് പോകുന്നുണ്ട്. ആ സമയത്താണ് ഒരു ഞെട്ടിക്കുന്ന കാഴ്ച അവൾ കാണുന്നത്.
സീഷാങ് അവിടെ ഇരുന്ന് വളരെ ശ്രദ്ധിച്ച് അവന്റെ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. സോങ് ഉടനെ തന്നെ ജോൺസനോട് ചോദിക്കുന്നുണ്ട് ബോസിന് എന്താ സംഭവിച്ചെന്ന്. ജോൺസൺ പറയുകയാണ്, ബോസിനല്ലെങ്കിലും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവുകളുണ്ട്. അത് ഇത്രയും നാൾ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ സിംഹം ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിട്ടേ ഉള്ളൂന്ന്. സീഷാങ് കഷ്ടപ്പെടുന്നത് ജാങ്ങിന് അവൻ വാക്ക് കൊടുത്തത് കൊണ്ട് മാത്രാണ്. അവൻ ജാങ്ങിനോട് പറഞ്ഞിരുന്നല്ലോ അവൻ ഉറപ്പായിട്ടും ഇനി വർക്കില് കൂടുതൽ ശ്രദ്ധിക്കുന്നു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് അവർ 3 പേരും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. സീഷാങ് വേഗം തന്നെ ജാങ്ങിന്റെ അടുത്തേക്ക് പോവുകയും അവനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് അവരുടെ ഇടയിലേക്ക് സോങ് ചെല്ലുന്നതും ജാങ്ങിനോട് സോങ് കൂടുതൽ സംസാരിക്കുന്നതും. അത് കാണുമ്പോൾ തന്നെ സീഷാങ്ങിന് നല്ലോണം ദേഷ്യം വരുന്നുണ്ട്. ജോൺസൺ ചോദിക്കുന്നുണ്ട് ഷിൻജ എവിടെയാണെന്ന്. സീഷാങ് അത് സൈൻ ലാംഗ്വേജിൽ ചോദിക്കാൻ നോക്കുമ്പോഴേക്കും സോങ് അത് സൈൻ ലാംഗ്വേജിൽ ചോദിക്കുകയാണ്. അതും കൂടി ആയപ്പോൾ സീഷാങ്ങിന് നല്ലോണം ദേഷ്യം വരികയാണ്. അതും കൂടാതെ സോങ് ജാങ്ങിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ അവര് നല്ല ഫ്രണ്ട്സിനെ പോലെയാണ് സംസാരിക്കുന്നത്. സീഷാങ്ങിന് ഡൗട്ട് ആവുകയാണ് അവർ ലവേഴ്സ് ആണോന്ന്. അവന്റെ ദേഷ്യം അവന് മറച്ചു വെക്കാനേ സാധിക്കുന്നില്ല. അങ്ങനെ അവൻ അവസാനം പറയുന്നുണ്ട് സോങ് വേഗം വാ, കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെന്ന്. അങ്ങനെ തൽക്കാലത്തേക്ക് സോങ്ങിനെയും ജാങ്ങിനെയും പിരിക്കുകയാണ്. ഷിൻജയ്ക്ക് നല്ല വയറുവേദനയുണ്ട്. എന്താ സംഭവിച്ചെന്ന് ജോൺസൺ ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, ഞാൻ പാല് കുടിച്ചു. ഞാൻ സാധാരണ പാല് കുടിക്കാറില്ല, അതെനിക്ക് വയറുവേദന ഉണ്ടാക്കും. പക്ഷേ ജാങ് എന്നെ വളരെ നന്നായിട്ടാണ് കെയർ ചെയ്തത്. അവൻ എനിക്ക് ഡ്രസ്സ് തന്നു, എനിക്ക് ഫുഡ് ഉണ്ടാക്കി തന്നു, പിന്നെ അവൻ എനിക്ക് കുറച്ച് പാലും തന്നു. ഞാൻ എങ്ങനെയാ അവനോട് വേണ്ടാന്ന് പറയാ? ആദ്യമായിട്ടാണ് എന്നെ ഒരാള് ഇത്രയും കെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതെനിക്ക് പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ കുടിച്ചത്. ജോൺസൺ പറയുന്നുണ്ട്, നിനക്ക് ശരിക്കും ഒരു ഗ്യാങ്ങിൽ ചേരണോ? നിനക്കൊരു നല്ല ആളായിട്ട് ഇരുന്നാ പോരെ, നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. സോങ് ജാങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുകയാണ്, ഇപ്പോൾ സീഷാങ്ങിന് ഒരു കുഴപ്പമില്ലല്ലോ, അതിനർത്ഥം നിന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു എന്നല്ലേ? നീ എപ്പോഴാ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്? നിന്റെ അമ്മ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നീ വീട്ടിലേക്ക് വാ. ഒരുപാട് ദിവസമായില്ലേ നീ മാറി നിൽക്കുന്നത്. നീ എന്നാ വരുന്നേന്ന് പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം സീഷാങ് ഒളിഞ്ഞു നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അവരെന്താ പറയുന്നേന്ന് അവനും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവൻ മനസ്സിൽ പറയാണ്, ഈ പെണ്ണ് അവരെ പിരിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന്. അത് കഴിഞ്ഞിട്ട് സീഷാങ് അവന്റെ വർക്കുകളൊക്കെ ചെയ്യുകയായിരിക്കും. അപ്പോഴാണ് ജാങ് അങ്ങോട്ട് വരുന്നത്. സാധാരണ സീഷാങ്ങിന് അവന്റെ റൂമിലേക്ക് ആരെയും കടത്തുന്നത് ഇഷ്ടല്ല. പക്ഷെ ആദ്യമായിട്ട് അവൻ ഒരാളെ ഉള്ളിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തു വെച്ച ശേഷം സീഷാങ് ജാങ്ങിനോട് ചോദിക്കുകയാണ്, ജാങ്ങും സോങ്ങും നല്ലോണം ക്ലോസ് ആണോന്ന്. ജാങ് പറയുന്നുണ്ട് സോങ് അവന്റെ ഫ്രണ്ടാണ്, അവരൊരുമിച്ചാണ് വളർന്നേന്ന്. എന്നിട്ട് അവൻ പോകാൻ നിൽക്കുമ്പോൾ സീഷാങ് അവനെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ജാങ്ങിന് അവളെ ഇഷ്ടാണോന്ന്. ജാങ് ആണെങ്കിൽ അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഇനി കാണിക്കുന്നത് ഷിൻജ വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നീ എന്നാ ഇവിടുന്ന് പോക എന്നും ചോദിച്ചുകൊണ്ട് ജോൺസൺ അങ്ങോട്ട് വരുന്നത്. അവനാണെങ്കിൽ പെട്ടെന്ന് സൗണ്ട് കേട്ട കാരണം നല്ലോണം ഞെട്ടുന്നുണ്ട്. ജോൺസൺ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല നീ ശരിക്കും ഒരു ഗ്യാങ്ങിലെ ആളാണെന്ന്. എനിക്ക് തോന്നുന്നത് നീ ആ ഗ്യാങ്ങിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാ. പക്ഷെ നിനക്കിതൊന്നും പറ്റുന്ന കാര്യമല്ല. നീ എപ്പോഴും മണ്ടത്തരം മാത്രമാണ് ചെയ്യാറുള്ളൂ. അതൊക്കെ കേൾക്കുമ്പോൾ അവന്റെ ദേഷ്യം വരികയാണ്. എന്നിട്ട് ജോൺസന്റെ നേരെ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും അത് വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഉടനെ തന്നെ കറന്റ് പോവുകയാണ്. അവനാണെങ്കിൽ അയ്യോ പ്രേതം എന്നും പറഞ്ഞുകൊണ്ട് ജോൺസന്റെ മേലേക്ക് തന്നെ ചാടി കയറുന്നുണ്ട്. ഈ സമയം സീഷാങ് ജാങ്ങിനെ കിസ് ചെയ്യുകയാണ്. ജാങ് ആണെങ്കിൽ അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്തൊക്കെ ഉണ്ടാകുക എന്നറിയാനായി അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.